അസ്സലാമു അലൈക്കും. എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് കയറി വരിക. ഇന്നൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഇത് മാവ് നനച്ച് വെച്ചിരിക്കുക, അരിമാവും വെള്ളത്തിനകത്ത് ഉപ്പിട്ട് നനച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ക്യാരറ്റ്, കരിയാപ്പില, സവാള, പാൻ വെച്ച് തീയൊക്കെ കത്തിച്ച് പാൻ വെച്ച് വെളിച്ചെണ്ണ വീഴ്ത്തി. ഇനി ഇതിനകത്തൊരു ശകലം കടുകിടാം. എണ്ണ ചൂടായി. ഇത്തിരി കടുക് മതി കേട്ടോ. കടുക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അന്നേരമേ അടച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് തറക്കും. ഇതിനകത്ത് ഇവിടെ കറണ്ടില്ല കേട്ടോ. കറണ്ടില്ലാത്തത് കൊണ്ട് മൊബൈലിൻ്റെ ലൈറ്റിനകത്താണ് വീഡിയോ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ സവാള ഇടും. സവാള ഇട്ട് ഒരു ശകല ഉപ്പ് വേണ്ട, ഈ ഉപ്പ്. ഇതൊന്ന് ചുമന്ന് ഇനി നമ്മൾ ഇതിനകത്തിടുന്നത് മുളക്. ഇത് മതി കേട്ടോ. നമ്മൾ ക്രാഷ് ചെയ്ത മുളക് പൊടിയാണ്. ഇടയ്ക്കൂടെ പറയാം എല്ലാവർക്കും ജുമാ മുബാറക്ക്. ഇനി വെള്ളിയാഴ്ചയാണ്. ഇനി ഇതിനകത്ത് നമ്മൾ ഇടാൻ പോകുന്നത് തേങ്ങ നമ്മൾ മാവിനകത്ത് ഇടേണ്ട കാര്യമില്ല, ഇതിൽ തന്നെ ഇട്ട് മതി. പിന്നെ കരിയാപ്പില കൊച്ചു കൊച്ചായി അരിഞ്ഞ് വെച്ച കരിയാപ്പില. ഇനി ഒരു കൂട്ടവും കൂടെ ഉണ്ടേ, അതിതൊന്ന് വന്ന് ഒരു വഴകി വരുമ്പോഴത്തേക്ക് ഇട്ടാൽ മതി. നമ്മൾ നനച്ച് വെച്ച മാവ് അത്രയും നമുക്ക് ആവശ്യമില്ല. ഇനി ഇതിൽ ക്യാരറ്റാണ് ഇടുന്നത്. ക്യാരറ്റ് ചിലർ കരിയാപ്പിലേക്ക് ഒരു മല്ലിയില ചേർക്കും, പക്ഷേ എനിക്കതിൻ്റെ സ്മെല്ല് പിടിക്കുന്നത്. ഞാൻ സാമ്പാറിന് തന്നെ ആച്ചിയുടെ സാമ്പാർ പൊടിയാണ് മേടിക്കുന്നത്, അല്ലാതെ മല്ലിയില ഇടത്തില്ല. അതിനകത്ത് ഉണ്ട്. അതേപോലെ രസം വയ്ക്കുമ്പോഴും ആച്ചിയുടെ മുളക് പൊടിയാണ്, രസപ്പൊടിയാണ് മേടിക്കുന്നത്. നമ്മൾ മല്ലിയില ചേർക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കറണ്ട് വന്നു കേട്ടോ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എന്നോട് കമൻ്റ് ഇടുക. അങ്ങനെ ഈ കൂട്ട് റെഡിയായി. ഉപ്പൊക്കെ ഉണ്ട്. മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തില്ല. ഇത് ക്യാരറ്റിൻ്റെയും ആ മുളകിൻ്റെയും കളറാണ്. ഓൾറെഡി നമ്മൾ മാവിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇത് ആറിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യം. നമ്മൾ കുറച്ച് മാവേ എടുത്തോളൂ, ബാക്കി മാവങ്ങ് മാറ്റി എന്നിട്ട് ഈ കൂട്ട് ചേർത്ത് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ക്യാരറ്റ്, സവാള, കരിയാപ്പില, തേങ്ങ, കടുക്, വെളിച്ചെണ്ണ, ഇതൊക്കെയാണ് അതിനകത്ത് വഴറ്റിയെടുത്തത്. പിന്നെ അരിമാവ്. ഞാൻ സാധാ പുട്ടുപൊടിയല്ല എടുത്ത മേന്മയുടെ അരിപ്പൊടിയാണ് കേട്ടോ. എനിക്കതാണ് ഇഷ്ടം. ഇടിയപ്പപ്പൊടി ഞാൻ പുട്ട് പുഴുങ്ങുന്ന അതിനകത്ത്, അല്ലാതെ പുട്ടുപൊടിക്കകത്ത് ഞാൻ ചെയ്യില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ തേങ്ങ നമ്മൾ ഇടണം. അത് കഴിഞ്ഞിട്ട് മാറിയിരിക്കണേ. കുറ്റിയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തോന്നിയ തേങ്ങ ഇടേണ്ടത്. കുറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ഇടണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വല്ലപ്പോഴുമൊക്കെ ഇത് ചെയ്യുള്ളൂ.
കാശ് ചിലവൊന്നുമല്ല, ഒരു ക്യാരറ്റ് കറക്റ്റായിട്ട് വേണം. ഇങ്ങനെ നമ്മൾ പുട്ട് റെഡിയായി കണ്ട. ക്യാരറ്റ്, സവാള, കരിയാപ്പില, തേങ്ങ എല്ലാം കൂടെ വരട്ടിയ. എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഇടുക, ആവി പറക്കുന്നത്. പിന്നെ രാവിലത്തേക്ക് പുട്ട്, ചായ. ഇതിന് കറി വേണ്ട കേട്ടോ, ഇതിന് കറി വേണ്ട. പിന്നെ ഉച്ചയ്ക്ക് കൊഴുവ പച്ചത്തേങ്ങയും മുളകും മല്ലിയും വറുത്തരച്ച് വെച്ച കൊഴുവക്കറി. ഇതിന് നമുക്ക് കറിയൊന്നും വേണ്ട കേട്ടോ. ഇതിന് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക.